ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്ന ആവശ്യം പിൻവലിക്കാൻ തയ്യാറാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ. തമിഴ്നാട് കേസിലെ വിധി കേരളത്തിനും ബാധകമാണോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. അടുത്ത മാസം 6-ന് കോടതി വിശദമായ വാദം കേൾക്കും. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, എന്താണ് കേരളത്തിന്റെ ഇത്തരത്തിലൊരു നിലപാടിന് പിന്നിൽ? നിലമ, ഗവർണർ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി മെയ് 6-ന് വീണ്ടും പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരെയുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ വിധി കേരളത്തിനും ബാധകമാണോ എന്ന് പരിശോധിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രപതിക്ക് ബില്ലുകൾ വിടുന്നതിന് സമയപരിധി സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ച് നൽകിയതിനാൽ ബില്ലുകളിൽ ഗവർണർക്ക് മാർഗനിർദ്ദേശം വേണമെന്ന അപേക്ഷ കേരളം ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് PS നരസിംഹ, അതേപോലെ തന്നെ ജ്യോതിമാല ഭാഗ്യ എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. നേരത്തെ തമിഴ്നാട് സർക്കാർ നൽകിയ സമാനമായ ഹർജി ജസ്റ്റിസ് KB പ്രദീവാല ഉൾപ്പെട്ട ബെഞ്ച് അതിലേക്ക് മാറ്റണമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്നയ്ക്ക് മുന്നിൽ ആവശ്യപ്പെട്ടിരുന്നു. നിയമസഭ പാസാക്കിയ 4 ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കേരളത്തിന്റെ വാദം. അനുമതി നിഷേധിച്ച ബില്ലുകളിൽ രാഷ്ട്രപതിയും അതേപോലെ തന്നെ ഗവർണറും എന്താണ് രേഖപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കണമെന്നുമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള സർക്കാരും അതേപോലെ തന്നെ TP രാമകൃഷ്ണൻ MLA-യുമാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഈ കേസാണ് ഇപ്പോൾ മെയ് 6-ലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബില്ലുകൾ ഒപ്പിടാൻ ഗവർണർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്ന ആവശ്യം, കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതിയിൽ കേരളം പിൻവലിച്ചു എന്നുള്ളതാണ്. ഈ തമിഴ്നാട് സർക്കാരിനെതിരായിട്ടുള്ള ഗവർണർക്കെതിരെയുള്ള വിധി കേരളത്തിന് ബാധകമല്ലെന്നും അതേപോലെ തന്നെ 2 കേസുകളെയും 2 വ്യത്യസ്ത സംഭവങ്ങളുമാണെന്നാണ് ഈ ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രധാനമായി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ശരി, ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്ന ആവശ്യം പിൻവലിക്കാൻ തയ്യാറാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത മാസം 6-നാണ് കോടതി ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കുക. നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.